ഇത്തവണ മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾക്കകത്ത് വളരെ സൂക്ഷ്മമായി തന്നെ നമുക്ക് ഇടാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മണ്ഡലകാലം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇത്തവണത്തെ മണ്ഡലകാലത്തുള്ള ആദ്യത്തെ യോഗം ബഹുമാനായ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചനുസരിച്ച് ബഹുമാനായ ദേവസ്വം മന്ത്രി വിളിച്ചു ചേർത്തു. വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും ഇടപെട്ടുകൊണ്ട് മുൻപുള്ള മണ്ഡലകാലത്തുണ്ടായ അനുഭവങ്ങളുടെ ലേണിംഗ്, അതിന്റെ പാഠങ്ങൾ എടുത്തുകൊണ്ട് ഒരു പിശകം സംഭവിക്കാതെ എല്ലാ വകുപ്പുകളെയും ഏകോപിതമാക്കി ഉള്ള ഒരു ഗ്യാപ്പ് അനാലിസിസ് നടത്തിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ബഹുമാനമുള്ള ശ്രീ വി എൻ വാസവൻ വലിയ അഭിനന്ദനമാണ് അർഹിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കാര്യങ്ങൾ വിലയിരുത്തുന്ന സ്ഥിതിയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശബരിമലയിലെ 121 കോടി രൂപയുടെ കുടിവെള്ളം എത്തിക്കാൻ മന്ത്രി റോഷി അഗസ്റ്റിൻ നേതൃത്വം പദ്ധതി വലിയ തരത്തിൽ സഹായകരമായി. ജില്ലാ ഭരണകൂടം നന്നായി പ്രവർത്തിച്ചു. നമുക്കറിയാം, ഡോക്ടർ കെ ജയകുമാർ സൂര്യാംശു ഓരോ കേൾപ്പൂവിലും വൈൻ പതിക്കുന്നു എന്ന വരികളിലൂടെ മലയാളിയുടെ ഹൃദയത്തിൽ മുഴുവൻ അഴകാർന്ന ഒരു മുദ്ര സ്ഥാപിച്ച കവിയായ അദ്ദേഹം ദേവസ്വം ബോർഡ് നേതൃത്വം നൽകുമ്പോൾ അദ്ദേഹത്തിന് വലിയ ഇടപെടൽ. എല്ലാവരും ചേർന്ന് ഒരുക്കങ്ങൾ പൂർണ്ണമായി സജ്ജമാക്കി. ഇപ്പൊ എല്ലാവരും കാത്തിരിക്കുകയാണ്. പുണ്യമാർന്ന പവിത്രമാർന്ന മകരജ്യോതി തെളിയുമ്പോൾ എല്ലാ പുഴയും പമ്പയാകും, എല്ലാ മലയും ശബരിമലയാകും, എല്ലാ ഹൃദയത്തിലും ശരണമന്ത്രങ്ങളും. നമ്മളിവിടെ ഈ തവണ മണ്ഡലകാലം ആരംഭിക്കുമ്പോൾ, അതായത് നട തുറന്ന ദിവസം ഇവിടെ വെച്ച് സംസാരിച്ചിരുന്നു. അന്നും വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ കൃത്യമായി മുമ്പോട്ട് പോകുന്നു എന്ന് തന്നെയല്ലേ നമ്മൾ കാണേണ്ടത്? തീർച്ചയായിട്ടും. അതുകൊണ്ട് എല്ലാം ഭംഗിയായി എന്നുള്ളതല്ല, ചിലപ്പോൾ എവിടെയെങ്കിലും വീഴ്ച ഉണ്ടാകാം, പിശകുണ്ടാകും. പക്ഷേ ഒരു സമർപ്പിത ഭാവത്തിലുള്ള കഠിനാധ്വാനം നോക്കൂ. നമ്മുടെ ശുചീകരണ ജോലി ചെയ്യുന്ന സഹോദരന്മാർ മുതൽ ദേവസ്വം സെക്രട്ടറി വരെയുള്ള എല്ലാവരും ഒരു ശൃംഖലയായിട്ട് ഇക്കാര്യത്തിൽ സമർപ്പിത മനസ്സോടെയാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ കഠിനാധ്വാനമാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയാക്കുന്നത്. തീർച്ചയായിട്ടും അക്കാര്യത്തിൽ സർക്കാരിന് അഭിമാനിക്കാം, അതിൽ പങ്കാളികളായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് അഭിമാനിക്കാം. അവരോടെല്ലാമുള്ള പ്രത്യേകമായ അഭിനന്ദനം കൂടി നേരുകയാണ്. അടുത്ത മണ്ഡലകാലത്തുള്ള തയ്യാറെടുപ്പ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആരംഭിക്കാൻ പോകുന്നു എന്നതാണ് പ്രത്യേകത കൂടിയാണ്. തീർച്ചയായിട്ടും നമ്മൾ സാറിന് പറയും, വിംബിൾഡൺ കഴിഞ്ഞാൽ അന്ന് തന്നെ ആ വിംബിൾഡൺ കഴിയുമ്പോൾ തന്നെ അടുത്ത വിംബിൾഡന്റെ തയ്യാറെടുപ്പ് തുടങ്ങും. അതൊരു പ്രിപ്പറേഷൻസിൽ മാനേജ്മെന്റിൽ ഒരു വലിയ അത്ഭുതമായിട്ട് നമ്മളത് എടുക്കുന്നത്. അതേപോലെ ഈ മണ്ഡലകാലം ഒരാഴ്ചക്കുള്ളിൽ അടുത്ത യോഗം എന്ന് പറയുന്നത് ഇനി ഉണ്ടാകുന്ന ഒരു കാലണ്ടർ ആയിരിക്കും. ഓരോ മാസവും ചെയ്യേണ്ട കാര്യങ്ങളുടെ കൃത്യമായ കാലണ്ടറോട് കൂടിയായിരിക്കും അടുത്ത മണ്ഡലകാലത്തുള്ള തയ്യാറെടുപ്പ് നമ്മൾ ആരംഭിക്കുന്നത്.